മാസം ആകുമ്പോഴത്തേക്കും ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട്, അതായത് 24-26 ടേം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് എത്ര കാലത്തിനകം ഒരു കണക്ക് ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും? ഓഡിറ്റിയുടെ കണക്ക് വേണമെന്നില്ല, ഒരു കണക്ക് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴത്തേക്ക് അവതരിപ്പിക്കും? ഈ ലെഗസി ടീമിന് ഈ വർഷം ഒരു മാൻഡേറ്റ് നൽകുകയാണെങ്കിൽ ട്രഷറർ എന്ന നിലയിൽ 6 മാസത്തിനകം ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കും. നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ നേഴ്സസിന് ആണ് ശരിക്കും ഈ മലയാളി കമ്മ്യൂണിറ്റിയുടെ ബാക്ക് ബോൺ. ഇന്നിപ്പോൾ അതിനേക്കാളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് IT പിള്ളേരും ബാക്കിയുള്ള ബിസിനസ് ഫീൽഡിലൊക്കെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഫഷനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് എന്ത് അഡീഷണൽ സപ്പോർട്ടാണ് നിങ്ങളൊരു സ്ത്രീ ആയിട്ട് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഫീൽഡുമായിട്ട് പരിചയമുള്ള ആളാണ്, അപ്പോൾ എന്ത് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടും സപ്പോർട്ടും ആയിരിക്കും അവർക്ക് നൈന പോലെയുള്ള സംഘടനകളുണ്ടല്ലോ? അതായത് എൻ്റെ വൈഫ് പെൻസിൽവേനിയ നഴ്സിംഗ് ബോർഡിൽ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. അതുപോലെ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെ ഒന്ന് കയറ്റി വെക്കാൻ ഒരു ശ്രമം നടത്തും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലം ഡോക്ടർ ബാബു സ്റ്റീവൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് ഇവിടെയുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലുള്ള പല ആളുകളുമായിട്ട് പരിചയപ്പെടാനും മറ്റുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് നമ്മുടെ നൈന പോലെയുള്ള നേഴ്സസ് അസോസിയേഷൻ അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന ഏതൊരു കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫൈനാൻഷ്യലായിട്ട് ബാക്ക്വേർഡായിട്ടുള്ള പഠിക്കാൻ സാധ്യതയില്ലാത്ത നഴ്സിംഗ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇപ്രാവശ്യം അത് ചെയ്യുന്നുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഏതൊരു കാര്യങ്ങളും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സന്നദ്ധരാണ്. എനിക്കൊരു ചോദ്യമുണ്ട്, അത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് കലയോടാണ്. കാനഡയിൽ നിന്നും ഒത്തിരി ആളുകൾ, അതായത് ഒരു 40-നും 60-നും ഇടയ്ക്കുള്ള ഡെലിഗേറ്റ്സ് വന്ന് മിക്കവാറുമുള്ള പരിപാടികളിലൊക്കെ സംബന്ധിക്കുകയും സജീവ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. 2018 വളരെ മോശമായ ഒരനുഭവം ഉണ്ടായി. ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന പല ആൾക്കാരെയും, എസ്പെഷ്യലി അമേരിക്കയിലുള്ള പല ആൾക്കാർക്കും അവരെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അപ്പം ഞാനന്ന് ഇന്നത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാനോട് ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞിരുന്നു, പ്ലീസ് ഹാവ് 2 minutes to introduce themselves before the election, so people can know who is that person, where he is from, what he is representing, or how he can do. നമുക്കറിയാം ഒരാൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആകുന്നു എന്ന് നമുക്കൊരു പരീക്ഷ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, മുഴുവനായിട്ടല്ല. എങ്കിൽ പോലും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയെങ്കിലും അത് ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ താങ്കൾ എന്ത് മാറ്റം വരുത്താനാണ്? കാനഡയിൽ നിന്നുള്ള പ്രാതിനിധ്യത്തിന് അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കാനഡയിലുള്ളവർക്ക് അവരുടെ അർഹിക്കുന്ന തരത്തിലുള്ള പ്രിവിലേജസ് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അവർക്ക് വേണ്ട റെപ്രസെൻറ്റേഷൻ തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഇവിടെ മലയാളികളിൽ നിന്ന് പല കാര്യങ്ങളുണ്ട്. ഈ എന്തെങ്കിലും ലീഗൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ലീഗൽ വിഷയങ്ങൾ ചോദിക്കാൻ ആരുമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഞങ്ങളുടെ ഫൊക്കാന ഹെൽപ്പ് ലൈൻ. അതിനകത്ത് ഇമിഗ്രേഷൻ ലോയേഴ്സ്, അങ്ങനെ പല മേഖലയിലുള്ള എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറിവില്ലായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ നമ്മുടെ ആൾക്കാരൊക്കെ പലയിടത്ത് ഇലക്ഷൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് പ്രാക്ടിക്കലല്ല, എന്നാലും ഒരു ആരെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ വിജയ സാധ്യതയുള്ള ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊരു സ്റ്റാൻഡ് ഒക്കാനയുടെ സൈഡിൽ നിന്ന് കിട്ടുക ഉണ്ടാവോ? ഡോക്ടർ കലാശാമി പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിവുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം,
നിയമാവലിയുടെ കാര്യമാണ്. ഓഫ് കോഴ്സ് വെരി അപ്രീഷിയേറ്റ് യു ബ്രിങ്ങിങ് അപ്പ് ദാറ്റ്. അതിനാണ് നമ്മൾ മെയിനായിട്ടൊരു മാറ്റം ഉണ്ടാക്കേണ്ടത്. താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകുമെന്ന് അതിനകത്ത് ആദ്യമേ പറഞ്ഞു. വെരി അപ്രീഷിയേറ്റ്, വെൽക്കം. രണ്ടാമത്തെ കാര്യം നിയമാവലിയുടെ കാര്യങ്ങൾ. ഇതുവരെ സംഭവിച്ച പല കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ ലെഗസി ടീം റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ഞാനതാണ് പറഞ്ഞത്, കഴിഞ്ഞ 2 വർഷം ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചപ്പോൾ there are gaps in Fokana bylaw and so many other things. അതെനിക്ക് മനസ്സിലാക്കുകയും അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ബൈലോ ആദ്യമായിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. ബൈലോയിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് മാനിഫെസ്റ്റോയാണ്. ആദ്യത്തെ ഞങ്ങളുടെ ശ്രമമാണത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ഇനി വരുന്ന ഭരണസമിതികൾക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സെയിം കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞങ്ങൾ 2 കാര്യങ്ങളും ഓൾറെഡി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. എല്ലാവർക്കും നന്ദി. ഇന്ന് ഈ പ്രോഗ്രാമിന് വന്ന നമ്മുടെ ഈ സമ്മേളനം വൻവിജയമാക്കി തീർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.